അല്ല പുള്ളി 28 കോടി അസറ്റുള്ള ആളിന് 2 കോടി രൂപ ബാങ്കിൻ്റെ അടയ്ക്കാൻ മേലെ, ബാങ്കിലെ കുടിശ്ശിക അടയ്ക്കാൻ മേലെ. പാലായിട്ട് ധനസമ്പന്നയായിരുന്ന കെഴുതൂർ ബാങ്കിൻ്റെ ഇന്നത്തെ ശോഷണാവസ്ഥയുടെ ഒരു പ്രധാന പങ്കുകാർ കാപ്പൻ കുടുംബാംഗങ്ങളാണ്. അവരൊരു 18 കോടി രൂപ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളോട് എടുത്തിട്ടുണ്ട്, കുടിശ്ശികയിലാണ്, ഒരു നയാ പൈസ അടയ്ക്കുന്നില്ല. അതുപോലെ തന്നെ മാനസി കാപ്പൻ എന്ന നമ്മുടെ സ്ഥാനാർത്ഥി ഉള്ളിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിൽ 2 കോടി രൂപ കടമുണ്ട്. ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സെക്രട്ടറിയോട് പോയി ചോദിച്ചേ. അതുപോലെ MLA പരിരക്ഷ ഉള്ളത് കൊണ്ട് പുള്ളി ഒരു കാര്യത്തിനും ബാങ്കിലോട്ട് അടിക്കുകയില്ല. 1 രൂപ പോലും ഡിപ്പോസിറ്റ് ഇല്ലാത്ത ആളാണ് മാനസി കാപ്പൻ. അല്ല പുള്ളി 28 കോടി അസറ്റുള്ള ആളിന് 2 കോടി രൂപ ബാങ്കിൻ്റെ അടയ്ക്കാൻ മേലെ, ബാങ്കിലെ കുടിശ്ശിക അടയ്ക്കാൻ മേലെ. 1 കോടിക്ക് മുകളിൽ ലൈബിലിറ്റി ഉണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം അപരോപിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഗൂഗിളിൽ തപ്പിയാൽ 28 കോടി രൂപ പുള്ളിക്ക് അസറ്റ് ഉണ്ടെന്ന് പുള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയുള്ള മനുഷ്യൻ 2 കോടി രൂപ തൻ്റെയും തൻ്റെ ഭാര്യയുടെയും പേരിലുള്ള വായ്പ കുടിശ്ശിക എന്തുകൊണ്ട് ഈ ബാങ്കിൽ അടയ്ക്കുന്നു? ബാങ്കിൽ അടച്ചിരുന്നെങ്കിൽ എന്തുമാരുടെ അവിടുത്തെ സഹകാരികളും ഷെയർകാരുമായിരുന്ന ആളുകൾ മക്കളെ കെട്ടിക്കാനും കുട്ടികളെ വിദ്യാഭ്യാസം അയക്കാനും മറ്റിടപാടുകൾക്കും ഒക്കെ ആയിട്ട് പണത്തിന് വേണ്ടി കേഴുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഈ പണം അവർക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ളവർ പണം ബാങ്കിൽ അടച്ചാൽ മാത്രം മതി. ഇത്രയൊക്കെ ചെയ്യുന്ന ഈ ഒരു തട്ടിപ്പുകാരൻ വീണ്ടും MLA ആയിട്ട് പാലായി നിൽക്കുമ്പോൾ നമ്മൾ എന്നതാ അദ്ദേഹത്തെ പറ്റി ചിന്തിക്കാനുള്ളത്? കാപ്പൻ കുടുംബാംഗങ്ങള് കെഴുതണ്ടൂർ ബാങ്കിന്റെ വസ്തു വാങ്ങാൻ വേണ്ടി മറ്റൊരു റിയൽ എസ്റ്റേറ്റുകാരിൽ നിന്ന് സ്ഥലം മേടിച്ചിട്ട് ഇരട്ടി വിലയ്ക്ക് ബാങ്കിന് കൊടുത്ത് അവിടെ കെട്ടിടം പണിത് കെട്ടിടം ഇപ്പോൾ തുറക്കാനാവില്ലാത്ത പോലെ വഴി സൗകര്യം ഇല്ലാതെ കിടക്കുകയാണ്. ആ വഴി സൗകര്യം ഇല്ലാത്ത കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് 10 ലക്ഷം രൂപ ആ കോൺട്രാക്ടറിൽ നിന്ന് മേടിച്ചെടുത്ത ആളാണ് അതിൻ്റെ പ്രസിഡന്റായിരുന്ന ജോർജ് സി കാപ്പൻ. അതിൽ നിന്ന് 2 ലക്ഷം രൂപ പറ്റിയ ആളാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പറയുന്ന മാനസി കാപ്പൻ. ജോർജ് സി കാപ്പനാണല്ലോ അദ്ദേഹമാണല്ലോ പ്രസിഡൻ്റായിരിക്കെ അതിന് കിടന്ന രീതിയിൽ വിലയില്ലാത്ത വസ്തുക്കൾക്ക് വലിയ തുക കൊടുത്ത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അദ്ദേഹം കമ്മീഷനും മേടിച്ച് ബാങ്കിനെ കടം കുടിശ്ശികയിൽ ആഴ്ച നീച്ച ജോർജ് സി കാപ്പനാണ്. മാനസി കാപ്പൻ്റെ മൂത്തയാണ്. മാനസി കാപ്പനെ 14 വയസ്സ് മുതൽ എനിക്ക് അറിയാവുന്ന ആളാണ്. അതിനുശേഷം പുള്ളി ഇല്ലാത്ത തരികിട പരിപാടി എല്ലാം നടത്തി. അത് കഴിഞ്ഞ് ഫിലിം ഫീൽഡിൽ പോയി. അങ്ങനെ കടവും എല്ലാം വരുത്തി വെച്ച അവസാനം ഇപ്പം കരിപ്പൂർ വിമാനത്താവളത്തിന് ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ധനാഠ്യനായ മനുഷ്യന് 2 കോടി രൂപ വാങ്ങിച്ച് ഇതുവരെ കൊടുക്കാതെ അയാൾ കേസ് കൊടുത്തത് കഴിഞ്ഞ 8 കൊല്ലമായിട്ട് കിടക്കുവാണ്. ആ കേസിൽ വിധിയായിരിക്കുകയാണ്. സമീപഭാവിയിൽ കാപ്പനകത്തോട്ട് പോകും. അല്ല, ശ്രീകണ്ഠൻ ബാങ്കിൽ നിന്ന് എടുത്ത ഫണ്ട് അദ്ദേഹം വൈരുദ്ധ്യ വശങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശദീകരിക്കാൻ എനിക്ക് ജാള്യതയുണ്ട്. അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് എന്ന സിനിമ പാലായിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് ഷൂട്ടിങ് നിർത്തിച്ച ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, സൂര്യനെല്ലി കേസിലെ ബ്രോക്കറായിരുന്ന ആ പെൺകുട്ടിയെ കൊണ്ടുകിടന്ന് വിറ്റിരുന്ന ഉഷയെന്ന ഒരു സ്ത്രീ വന്ന് അദ്ദേഹത്തെ വന്ന് നേരിട്ട് ചെവിയിൽ കണ്ട് പറഞ്ഞു. അപ്പം തന്നെ താഴെ ഇറങ്ങി സംവിധായകരോട് പറഞ്ഞു പായ്ക്കപ്പ് എന്ന് പറഞ്ഞു. പായ്ക്ക് ചെയ്ത പരിപാടി നിർത്തി വിട്ടുപോയവരാണ് കാപ്പൻ. അപ്പോൾ ശ്രീലമ്പടനാണെന്നുള്ളതിന് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. പൊള്ളത്തരങ്ങളും നുണപ്രചരണങ്ങളും മാത്രം നടത്തുന്നത് ഈ കാപ്പൻ. അദ്ദേഹത്തെ പറ്റി മറ്റൊന്നും പറയാൻ എനിക്കില്ല.